വെൽക്കം ബാക്ക് ടു AK Review ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വീണ്ടും വനിതയിലേക്ക് എത്തിയിരിക്കുകയാണ്. മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമയാണ് 6:45 ഷോ. സിനിമയുടെ അഭിപ്രായം ഇന്ന് രാത്രി തന്നെ വരുന്നതായിരിക്കും, അതൊരിക്കൽ വെയിറ്റ്. അങ്ങനെ ബസൂക്ക എന്ന സിനിമ കണ്ടുകഴിഞ്ഞ് വീട്ടിലെത്തി. എങ്ങനെയുണ്ടെന്ന് പറയണമെങ്കിൽ എനിക്ക് ഈ സിനിമ രണ്ട് രീതിയിൽ എനിക്ക് പറയാനുണ്ട് അഭിപ്രായം. ഒന്ന്, ഈ സിനിമ തിയേറ്റർ വാച്ച് തന്നെയാണ്. തിയേറ്ററിൽ പോയി വിഷുവിന് പോയി കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. വലിയ പ്രതീക്ഷ കൊടുത്ത് പോവാതെ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഇനി രണ്ടാമതായിട്ട് പറയാനാണെങ്കിൽ സിനിമ എനിക്കൊരു ഓക്കെ ലെവൽ, ഒരു ആവറേജ് ടു എബോവ് ആവറേജ് ഫിലിമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു തിയേറ്ററിൽ ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ സിനിമ ഡയറക്ടറായ ഡിനു ഡെന്നീസിൻ്റെ ആദ്യത്തെ സംവിധാനം നന്നായിട്ട് ചെയ്തില്ലെങ്കിലും ആ സ്ക്രിപ്റ്റ് പ്രതീക്ഷിച്ച ഒരു ലെവലിൽ എത്താൻ പറ്റിയിട്ടില്ല. നല്ലൊരു പ്ലോട്ടോടെ സിനിമ കൊണ്ടുവരാൻ പറ്റി. കാരണം ഇതൊരു വെറൈറ്റിക്ക്, മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു വെറൈറ്റി ലെവൽ കൺസെപ്റ്റുമായിട്ടാണ് ഇത്തവണ മമ്മൂക്കയുടെ സിനിമ എത്തിയിരിക്കുന്നത്, ബസൂക്ക എന്ന മൂവി എത്തിയിരിക്കുന്നത്. ഇതൊരു ഗെയിം ത്രില്ലർ എന്ന് പറയാം. ഈ സിനിമയിൽ നെഗറ്റീവ്, എനിക്ക് പോസിറ്റീവായിട്ട് പറയാനുണ്ട്, നെഗറ്റീവായിട്ട് പറയാനുണ്ട്. ആദ്യം നെഗറ്റീവായിട്ട് പറയാനാണെങ്കിൽ ഈ സിനിമയുടെ ആദ്യ പകുതി പോയ ഒരു ഒഴുക്ക്, തുടക്കമൊക്കെ മമ്മൂക്കയുടെ ആ ടൈറ്റിൽ കാർഡൊക്കെ വേറെ അടിപൊളിയായിട്ട് ഒരു കിടില ഒരു വൗ ഫാക്ടർ വന്നെങ്കിലും അതിന് ശേഷം പിന്നെ ഒരുമാതിരി അധോഗതി ലെവലിലൊക്കെ പോയൊക്കെ ആയിരുന്നു ആദ്യ പകുതി പോയത്. പിന്നെ കുറേ ഈ സിനിമയുടെ കൺസെപ്റ്റ്, അതായത് ഗെയിം ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗെയിമിനെ പറ്റി ഒരുപാട് നമ്മളൊക്കെ പണ്ട് ഫോണിലും ഈ സ്മാർട്ട് ഗെയിമും വീഡിയോ ഗെയിംസൊക്കെ കളിക്കാറില്ല. അങ്ങനത്തെ കുറേ ഗെയിംസിനെ പറ്റി കുറച്ചൊക്കെ കൺസെപ്റ്റായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു നല്ല ഒരു മെനയുണ്ട്, നല്ല വൃത്തിക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എങ്കിലും ആ സ്ക്രിപ്റ്റ് ഒന്ന് കുറേ കൂടി ലെവലാക്കാമായിരുന്നു എനിക്ക് തോന്നി. നല്ലൊരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഈ പടത്തിൽ. പക്ഷേ ഈ സിനിമയുടെ ആദ്യ പകുതി എനിക്ക് എനിക്ക് അത്രയും ഒരു എനർജി തരാത്തൊരു ഗുമ്മ തോന്നാത്തൊരു ആദ്യ പകുതിയായിട്ട് തോന്നിയത്. ഇൻ്റർവെല്ലിൽ നല്ല കൊള്ളാം, ഒരു ഗുഡ് എന്ന രീതിയിൽ അവസാനിപ്പിച്ച് സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ, അതായത് സിനിമയുടെ രണ്ടാം പകുതി എത്തിയപ്പോൾ ആദ്യ പകുതിയേക്കാളും തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു രണ്ടാം പകുതി, നല്ലൊരു രണ്ടാം പകുതിയാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് 25 മിനിറ്റ് ഈ ഇതിൽ നെഗറ്റീവ്സായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റും പിന്നെ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയാൽ ഒഴുക്കും. പിന്നെ ഇതിലൊരു ക്യാമിയോനെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയണമെന്നല്ല, എന്തിനോ ഒരാവശ്യമില്ലായിരുന്നു, ഒന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു അവിടെ. അയാൾക്ക് പോലും താല്പര്യമില്ലായിരുന്നു അത് ചെയ്യാനായിട്ട്. എന്നിട്ടും അയാൾ ആ സിനിമയിൽ ആഡ് ചെയ്തു. അവരെന്തെങ്കിലും ആവശ്യമുണ്ടായിട്ട് ചെയ്തായിരിക്കും. പക്ഷേ അവരെന്തൊക്കെ കുറച്ച് സർപ്രൈസായിട്ട് ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് തന്നെ അത്യാവശ്യം കുറച്ച് സർപ്രൈസ് ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു സർപ്രൈസൊക്കെ വിചാരിച്ചില്ല ക്യാമിയോ. ആരാന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, എങ്കിലും ഞാൻ പറയത്തില്ല. അതൊരു അതെന്തെങ്കിലും ആവട്ടെ. അതൊക്കെ എനിക്ക് നെഗറ്റീവായിട്ട്. പോസിറ്റീവായിട്ട് പറയാന്ന് വെച്ചാൽ മമ്മൂക്ക, പുള്ളിയുടെ സ്റ്റൈലിഷ് ലുക്ക്, ആ പ്രസൻസ്, പിന്നെ പുള്ളിയുടെ ഒരു കിടിലം ഫൈറ്റ് ഉണ്ട് പടത്തിൽ. ആ റോഡിലുള്ള ഫൈറ്റ് അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ പിന്നെ വേറെ പോസിറ്റീവ് പറഞ്ഞാൽ ഈ സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ സൈഡും എല്ലാം കൊണ്ടും മികച്ചതെന്ന് എടുത്ത് പറയാം. ഒരു നല്ലൊരു പക്ക ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സിനിമയുടെ ആദ്യ പകുതിയേക്കാൾ കുറച്ച് മുകളിൽ നിന്ന് രണ്ടാം പകുതി. എന്നാൽ ഇതൊന്നല്ല, ക്ലൈമാക്സ് എടുക്കുന്ന 25 മിനിറ്റ് പൊന്നോ, അതാണ് ഏറ്റവും കിടുക്കിയെന്ന് പറയാൻ ക്ലൈമാക്സ് ആണ്. ദാറ്റ് വാസ് ലിറ്റ്. ആ ക്ലൈമാക്സ് എടുക്കുന്ന 25 മിനിറ്റ് മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടമുണ്ട് മക്കളെ. അതുകൊണ്ട് മാത്രമാണ് ഈ പടം തിയേറ്ററിൽ കാണാൻ ഒരു മുതലായെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. തിയേറ്ററിൽ കണ്ട് വെറുതെ ആയില്ല എന്ന് പറയാം. ആ ലാസ്റ്റ്
25 മിനിറ്റാണ് പടം കൊണ്ടുപോയത് മെയിനായിട്ട്. മമ്മൂക്കയുടെ ആ ഒരു എനർജറ്റിക് പ്രകടനം, എൻ്റെ പൊന്നോ, മമ്മൂക്കയാണ് ഈ പടത്തിൽ മെയിൻ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പിന്നെ ഗൗതം വാസുദേവ്, GVM സാർ, പുള്ളി നന്നായി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അവരുടെ റോൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് നല്ലൊരു സെക്കൻഡ് ഹാഫും പ്രത്യേകിച്ച് ക്ലൈമാക്സും ഗംഭീരമായിട്ട് തോന്നിയെങ്കിലും ബട്ട് ഫിലിം ത്രൂ ഔട്ട് വെച്ച് നോക്കുമ്പോൾ ടെക്നിക്കലി ഈസ് ഫാർ ബെറ്റർ. ബട്ട് പേഴ്സണലി എനിക്ക് ഈ പടം ഒരു മിഡ് ഫീലായിട്ടാണ് തോന്നിയത് പടം കണ്ടപ്പോൾ. ഒരു ആവറേജ് ടു അബവ് ആവറേജ് മൂവി, ഒരു വൺ ടൈം വാച്ചബിളായിട്ടൊരു പടം മാത്രമാണ് ബസൂക്ക. ഇത് എൻ്റെ ജെനുവൻ അഭിപ്രായമാണ് ഞാനീ പറയണത്. ഞാൻ ഈ പടം മോശമെന്നല്ല പറഞ്ഞു, ഈ പടം മോശമല്ല, എന്നാൽ വേറെ ലെവലും അല്ല. എനിക്കൊരു മീഡിയമായിട്ട് ലെവലായിട്ടാണ് തോന്നി ഈ പടം കണ്ടപ്പോൾ. നമ്മൾ ടീസർ കണ്ടപ്പോൾ ഒരു വേറെ കിടിലം ഫീലായിട്ട് തോന്നിയെങ്കിലും ട്രെയിലർ കണ്ടപ്പോൾ എന്തോ അവിടെ ആ ഒരു പഞ്ച് മിസ്സായി. പിന്നെ വീണ്ടും പ്രീ റിലീസ് ടീസർ ഇറക്കിയപ്പോഴും വീണ്ടും ഇത്തിരി ഒന്ന് ബെറ്ററായെന്ന് പറയുമെങ്കിലും സിനിമ ഒരു ട്രെയിലർ കണ്ട പോലെ ആ ഒരു ലെവലായിരുന്നു. പവർ ഫാക്ടേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ അത് വളരെ ഒരു ഇമ്പാക്റ്റ് ആകെ പ്രതീക്ഷിച്ച ആ ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. ആകെ ക്ലൈമാക്സ് 25 മിനിറ്റും പിന്നെ മമ്മൂക്കയുടെ ആ മെഗാസ്റ്റാർ, കുറേ കാലത്തിന് ശേഷം മമ്മൂക്കയുടെ ഒരു മെഗാസ്റ്റാർ എന്ന ടൈറ്റിൽ കാർഡ്, പുള്ളി ഒള്ളിയുടെ അതിൻ്റെ പോലെ ഇൻട്രോ, ഇതൊക്കെയാണ് പോസിറ്റീവ്സായിട്ട് പറയാനുള്ളത്. ഓവറോൾ പടം തിയേറ്ററിൽ വിഷുവിന് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് മൂവി തന്നെയാണ്. എന്നാൽ വലിയ അമിത പ്രതീക്ഷ കൊടുത്ത് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ മമ്മൂക്ക ഫാൻസിന് അടിച്ചു പൊടിച്ച് കാണാൻ പറ്റുന്നൊരു ഫിലിമായിരിക്കും. പക്ഷേ ഇത് എൻ്റെ ജെനുവിൻ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു പടം ഒരു ഓക്കെ ഫീല് മാത്രമേ തോന്നിയുള്ളൂ. തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ പടമാണ്, എന്നാൽ വലിയ അമിത പ്രതീക്ഷ കൊടുത്ത് കാണാതിരിക്കുക. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് 25 മിനിറ്റിന് കൊണ്ട് പടം മുതലായെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. അപ്പം അത്രയേ ഉള്ളൂ. ബസൂക്ക എന്ന മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 3. പിന്നെ നാളെ ഞാൻ ആലപ്പുഴം ജിംഖാനയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റന്നാൾ ഗുഡ് ബാഡ് അക്കിളിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ വരുന്നതായിരിക്കും. ഗുഡ് ബാഡ് അക്കിളിയുടെ വീഡിയോ മറ്റന്നാൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും വെയിറ്റ്. അപ്പോൾ ഈ ബസൂക്ക എന്ന മൂവി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ആലപ്പുഴ ജിംഖാനയുടെ റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും സുലാൻ ആൻഡ് ഗുഡ് നൈറ്റ്.